കഴിയില്ല, കഴിഞ്ഞു, കഴിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഹിന്ദിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതാണോ നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, കഴിയും എന്ന് പറയാനായിട്ട് സക്ത എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. സക്ത, സക്തി, സക്തെ അറിയാലോ. സ്ത്രീലിംഗവും പുല്ലിംഗവും അതുപോലെ തന്നെ ബഹുവചനവും റെസ്പെക്ട് നോക്കി നമ്മൾ മാറ്റി യൂസ് ചെയ്യുന്നു. പക്ഷെ എല്ലാത്തിന്റെ അർത്ഥം ഒന്നാണ് അല്ലെ. ഇപ്പൊ കഴിയും, സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇത് കേട്ടോ, സക്ത. ഓക്കെ, സക്താ ഹേ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിള്, എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും, എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും. ഏ കാം മേ കർ സക്താ ഹൂം അല്ലെങ്കിൽ കർ സക്തി ഹൂം. നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ അതനുസരിച്ച്. യഹ് കാം മേ കർ സക്താ ഹൂം എന്ന് പറഞ്ഞാൽ ഈ ജോലി എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിലോ ഇതിന് മുമ്പ് നഹി വെച്ചാൽ മതി അല്ലെ. യഹ് കാം മേ നഹി കർ സക്താ ഹൂം, നമ്മളപ്പോ അതിന് മുമ്പ് നഹി വെച്ചേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ സക്താഹും എന്നുള്ള വാക്ക് തന്നെ അല്ലാതെ കഴിയുമെന്ന് പറയാനായിട്ട് നമുക്ക് മറ്റൊരു വാക്കുകൂടി യൂസ് ചെയ്യാം കേട്ടോ. പാവുങ്ക, പാവുങ്കി എന്നൊരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സെയിം തന്നെ, യേ കാം മേ കർ നഹി പാവുങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാ. കഴിയുന്നാണെങ്കിൽ യേ കാം മേ കർ പാവുങ്ക അല്ലെങ്കിൽ കർ പാവുങ്കി, ചെയ്യാൻ കഴിയും. ആ സക്തയ്ക്ക് പകരം നമ്മൾ പാവുങ്ക യൂസ് ചെയ്തു. അത്ര ഒരു ഡിഫറൻസ് കേട്ടോ. ഇനി കഴിഞ്ഞു, കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പറയണെങ്കിൽ. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, കഴിയും, കഴിയില്ല എന്നാണ്. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞു, ഒരു ജോലി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാണ്. ഇതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സക്ക അല്ലെങ്കിൽ പായ, ഈ രണ്ട് വാക്കുകളാണ്. ക്ലിയർ ആയോ? സക്ക അല്ലെങ്കിൽ പായ. ഇപ്പൊ ഈ ജോലി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഈ ജോലി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ യേ കാം മേ കർ സക്ക, യേ കാം മേ കർ സക്ക അല്ലെങ്കിൽ കർ പായ, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതാ. ഓക്കെ, ഇനി കഴിഞ്ഞില്ലെങ്കിൽ കർ നഹി സക്ക, കർ നഹി പായ. ക്ലിയർ ആയോ? വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമുക്ക് എല്ലാം കൂടി കേൾക്കുമ്പോൾ തോന്നുന്നതാണ്. ഈ ഒരു ഒറ്റ സെന്റൻസ് തന്നെ നിങ്ങൾ 4 രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കൂ കേട്ടോ. ഇപ്പൊ കഴിഞ്ഞു, കഴിഞ്ഞില്ല, അതുപോലെ തന്നെ കഴിയും, കഴിയില്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ് ചെയ്യണം. ബൈ.